കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ തട്ടകം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യവുമായിട്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച നരേന്ദ്രമോദി അമേഠിയിൽ തിരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചത്. റാലിക്ക് പുറമെ മണ്ഡലത്തിൽ 500 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത മോദി ഇത്തവണ അമേഠി BJP തിരിച്ചുപിടിക്കുമെന്നും അവകാശപ്പെട്ടു. രാഹുലിനെതിരെ രൂക്ഷമായ വിമർശനമായിരുന്നു അമേഠിയിൽ മോദി നടത്തിയത്. ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ചവർ അവരെ മറന്നിരിക്കുന്നു എന്നാരോപിച്ച മോദി തോറ്റിട്ടും സ്മൃതി ഇറാനി മണ്ഡലത്തിനു വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചുവെന്നും അവകാശപ്പെട്ടു. എതിരാളിയെ അവരുടെ മടയിൽ ചെന്ന് നേരിടുകയെന്ന തന്ത്രം അമേഠിയിൽ നടപ്പാക്കിയ പ്രധാനമന്ത്രിക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുകയാണ് കോൺഗ്രസ്. പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് അല്പം സാവകാശം കൊടുത്തിരിക്കുകയായിരുന്നു. അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഫെബ്രുവരി അവസാനം നടത്താനിരുന്ന പ്രവർത്തക സമിതി യോഗം വരെ കോൺഗ്രസ് മാറ്റിവെക്കുകയായിരുന്നു. രാജ്യം വീണ്ടും തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നതോടെ കോൺഗ്രസും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാവുകയാണ്. ഇന്ന് പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലും രാഹുൽ തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. നാളെ ഒഡീഷയിലും ഗോവയിലുമാണ് രാഹുലിന്റെ റാലികൾ. അത് കഴിഞ്ഞ് 9-ന് കർണാടകയിലും തെലങ്കാനയിലും, 11-ന് ദില്ലിയിൽ ബൂത്ത് പ്രവർത്തകരോട് സംവദിക്കുന്ന രാഹുൽ 16-ന് ഡെറാഡൂണിലും 20-ന് ത്രിപുരയിലും റാലിയിൽ പങ്കെടുക്കും. ഇതിനിടയിലാണ് മാറ്റിവെച്ച കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം അഹമ്മദാബാദിൽ നടക്കുന്നത്. ദില്ലിയിൽ നടക്കേണ്ടിയിരുന്ന യോഗം അഹമ്മദാബാദിൽ നടത്താൻ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചതിലെ രാഷ്ട്രീയം വ്യക്തമാണ്. തന്നെ നേരിടാൻ അമേഠിയിലെത്തിയ മോദിയെയും BJP അധ്യക്ഷൻ അമിത്ഷായെയും അവരുടെ തട്ടകത്തിൽ ചെന്ന് നേരിടുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ തന്ത്രം. പതിവിലും വ്യത്യസ്തമായി പ്രവർത്തക സമിതി യോഗത്തിനൊപ്പം റാലിയും സംഘടിപ്പിക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയാണ് റാലിയുടെ മുഖ്യ ആകർഷണം. AICC ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റതിനു ശേഷം ആദ്യമായി UPക്ക് പുറത്ത് പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടിയായിരിക്കും ഗാന്ധിനഗറിലെ റാലി. ഇരുവർക്കുമൊപ്പം സോണിയാഗാന്ധിയും പ്രവർത്തകരെ കാണും. കഴിഞ്ഞ 28 വർഷങ്ങളായി BJP അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. BJPയുടെ ഉരുക്കുകോട്ടയായി മാറിയ സംസ്ഥാനത്ത് കോൺഗ്രസ് അവസാനമായി അധികാരത്തിലെത്തിയത് 1985-ലായിരുന്നു. ഗുജറാത്തിൽ 26 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. കഴിഞ്ഞ തവണ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞത് കേവലം 5 സീറ്റുകളിൽ മാത്രമായിരുന്നു. അതേസമയം 2017-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിന് പ്രതീക്ഷ നൽകിയിരുന്നു. 182 സീറ്റുകളിൽ 99 സീറ്റുകൾ നേടി BJP വീണ്ടും അധികാരത്തിലേറിയെങ്കിലും BJPക്ക് 16 സീറ്റുകൾ നഷ്ടമായി. കോൺഗ്രസിനാവട്ടെ 60-ൽ നിന്ന് 80 സീറ്റിലേക്ക് ഉയരാൻ സാധിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.